ഭരണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അടിയായി. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ വി.ഡി. സതീശനാണ് ദ ബെസ്റ്റ് ചോയ്സ്. ബിഹാരടിക്ക് പാർട്ടി പറ്റില്ല, ഒന്നും നടക്കൂല, അതൊന്നും കിട്ടൂല. എന്നാലും പരിക്കിട്ടവര് BJP പോയ ആളല്ലേ, പുള്ളി ഏത് ഏറ്റെടുത്താലും അത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾക്ക് മൊത്തം ഫ്രീ സർവീസ് എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. അർഹതപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ സർവീസ് കൊടുക്കാം. പിണറായി വിജയൻ കൊണ്ടുവന്നത് പോലുള്ള വികസനം ഇവിടെ വരികയാണെങ്കിൽ അന്നേരം പറയാം ഈ സർക്കാർ നല്ലതാണ്. മാറ്റം നല്ലതാണ്, നല്ല മാറ്റമായിരിക്കണം എന്ന് മാത്രമേ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും വികസന സ്വപ്നങ്ങൾക്കും പുതിയ ഭരണ നേതൃത്വത്തിൽ എന്ത് സ്ഥാനമായിരിക്കും ഉണ്ടാവുക? ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ അഭിപ്രായം എന്താ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഡിസേഷൻ കയറിയാലും ഭരണം നല്ല ഭരണം കാഴ്ച വെക്കുക, തല്ലുകൊടുത്ത് ഉണ്ടാകാണ്ടിരിക്കുക. ഈ തമ്മി അടിക്കാണ്ടായിട്ട് എന്താ കാര്യം? ആരാന്ന് മുഖ്യമന്ത്രി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുഖ്യെന്ന സാധനം ഇരിക്കണോ ഭരണം നല്ല ഭരണം കാഴ്ച വെക്കുക, ഈ തല്ലുകൊടുത്ത് ഇല്ലാണ്ടിരിക്കുക. തമ്മി അടി പിടിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എല്ലാവർക്കും മുഖ്യമന്ത്രിയാണോ? ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട്. ഇതുപോലെ ഞങ്ങളുടെ തൊഴിലിനെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമുണ്ട്. അത് ആര് നിന്നാലും നമുക്ക് ചെയ്യണമെന്ന് നമുക്ക് അഭിപ്രായമുള്ള. ഇതിൽ ഇനിയുള്ള മുഖ്യമന്ത്രി വരുമ്പോൾ സ്ഥാനത്ത് വരുമ്പോൾ ഇത് കൂട്ടിത്തരാന്നൊക്കെ ഞങ്ങൾക്ക് വാക്ക് പറഞ്ഞേക്കണതാ. അത് ഞങ്ങൾക്ക് കിട്ടണം, അത് ആഗ്രഹമുള്ള കാര്യം. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വൈകുന്നേരം 3 മണി വരെയാണ് ഇതിൻ്റെ ടൈം. 3 മണിയാകുമ്പോൾ ഞങ്ങളിത് മടക്കി കൊണ്ടുപോകുകയും പിറ്റേ ദിവസവും ഞങ്ങളുടെ ഏജൻസി കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവർ സമ്മതിക്കുക. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചേക്കണതാ അവർ. അത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ലത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മന്ത്രിയോട്. എന്റെ അഭിപ്രായത്തിൽ വി.ഡി. സതീശനാണ് ദ ബെസ്റ്റ് ചോയ്സ്. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ദാറ്റ് ഈസ് ഡൗട്ട്ഫുൾ. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആർ ദർ. CPM ഭരണം തറന്നത് വേറെ ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാ സഹായങ്ങളും എല്ലാം CPM മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വോട്ട് ചെയ്തില്ല. നമ്മുടെ ചൂരൽമലയിൽ ആ മാതിരി വീട് പോയിട്ട് എല്ലാം 178 വീട് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. ഒരാൾ വോട്ട് ചെയ്തില്ല. അതാണ് കൂർക്ക 35. അവർ 5 വർഷം ഭരിക്കട്ടെന്നേ. 10 വർഷം CPM ഭരിച്ചല്ലേ. ഞാൻ CPM-കാരനാണ്. 10 വർഷം അവർ ഭരിക്കട്ടെ. അപ്പം മാങ്ങളും 35 215. ഇവർ പറഞ്ഞ് ആശാ വർക്കർക്ക് 25,000 കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുക്കട്ടെ. KSRTC പെണ്ണുങ്ങൾക്ക് KSRTC പെണ്ണുങ്ങൾക്ക് സൗജന്യ യാത്ര അത് പ്രാബല്യമാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും നടക്കൂല. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കാണ് ഒരു വീട്ടിലേക്ക്. അതായത് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടൂല. എന്നാലും പരിക്കിട്ടവർ എൻ്റെ പിള്ളക്ക് കോളേജിൽ പഠിക്കുന്ന 1000 രൂപ വെച്ച് കിട്ടും. അതും കിട്ടൂല. എന്നിട്ട് ലോട്ടറിക്ക്, അതായത് ഈ പാവങ്ങൾ ലോട്ടറി വെക്കുന്നുണ്ട്. ലോട്ടറിക്കൊക്കെ പ്രൈസ് കൂട്ടി കൊടുക്കാൻ മതി. നമ്മുടെ ചാനലിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചാനലുകാരാണ്, എനിക്ക് കുഴപ്പമില്ല. ഞാൻ CPM-കാരനാണ്. ഞാൻ CPM വോട്ട് ചെയ്ത ആളാണ്. പക്ഷെ 5 വർഷം അവർ ഭരിക്കട്ടെ. ഈ 2000 രൂപ പെൻഷൻ ഒരു മാസം മുടങ്ങിക്കഴിഞ്ഞ് ഈ ആൾക്കാർ ഇവിടെ അടിയും. ഈ കാരണന്മാരല്ലേ, പ്രായമുള്ള ആൾക്കാർ. ഒരു വർഷം പെൻഷൻ, ഒരു മാസത്തെ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം അടിയും ഈ പറഞ്ഞ ആൾക്കാർ. ശരിയാണോ? കറക്റ്റാണ്. 25,000 ആശാ വർക്കർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടപടിയില്ലാത്ത KSRTC അതും KSRTC ഫ്രീ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ 25-ാം തൊട്ട് KSRTC പോകണം. എനിക്ക് ടിക്കറ്റ് എടുക്കാമല്ലോ. എൻ്റെ പിള്ളേർക്കും പുറത്തേക്കും ടിക്കറ്റ് എടുക്കണില്ല. ഞാൻ കയറില്ല. എളുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയിൽ സന്തോഷിക്കുന്നു. ആള് അതിൽ എലിജിബിളാണ്. ആൾക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിൽ അത് ശരിക്കും ആപ്റ്റാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന അദ്ദേഹം ധൈര്യമായിട്ട് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോയിക്കോളാം, ഇത്ര സീറ്റ് കിട്ടും, 100-ൽ പരം സീറ്റ് കിട്ടുന്ന അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞത് വേറെ ആരും തന്നെ അത്രയും ഈ പറഞ്ഞ ചെന്നിത്തല സാറോ അല്ലെങ്കിൽ വേണുഗോപാൽ സാറോ ഇവരാരും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടില്ല. പക്ഷേ ഇദ്ദേഹം ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാം, ഞാൻ ധൈര്യമായിട്ട് ഞങ്ങളൊരു കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി അത് ചെയ്തു. അപ്പം അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ ജനവികാരം തീർച്ചയായും എതിരായെന്നെ. അവർക്ക് ചിലപ്പോൾ 5 കൊല്ലം ഭരിക്കാൻ കിട്ടുമായിരിക്കും, പക്ഷേ ജനവികാരം ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അത് വളരെ നല്ലൊരു തീരുമാനമാണ്.
KSRTC സ്ത്രീകൾക്ക് യാത്രാ സൗജന്യമാണെന്ന് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ വരുമെന്നും കോൺഗ്രസ് സർക്കാർ പറയുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ആപ്റ്റാണ്? അത് എത്രത്തോളം നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവരവലോകനം ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സ്ത്രീകൾക്ക് മൊത്തം ഫ്രീ സർവീസ് എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അർഹതപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ സർവീസ് കൊടുക്കുക. അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ദിവസവും യാത്ര ചെയ്യുന്ന കൂലി, അതായത് വളരെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന വളരെ ചെറിയ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ സർവീസ് കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, അവർ ഇപ്പം തിരഞ്ഞെടുത്തില്ല, അവർ തമ്മിൽ വഴക്കിടാതെ 5 വർഷം ഭരിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അവരുടെ ഇപ്പോൾ തുടക്കം തന്നെ അവർ ഒരു മുഖ്യമന്ത്രിയുടെ കേരളത്തിൽ ആദ്യമായിട്ടില്ല, ഇപ്പോൾ 10 ദിവസമായി ഭരിക്കണ VD സതീശൻ നല്ലൊരു നേതാവാണ്, നല്ല നേതാവ് തന്നെ. പക്ഷേ ഭരണം കണ്ടില്ല, ഇപ്പോൾ ഭരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്ന്. അപ്പോൾ പറയാൻ പറ്റില്ല. നല്ലതായിരിക്കും പ്രതീക്ഷ. നല്ലതാണെങ്കിൽ നമ്മുടെ നാടിനും രാജ്യത്തിനൊക്കെ നല്ലതാണ്. 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ അത് തകർന്നെന്ന് തോന്നുന്നുണ്ടോ? തകർന്നെന്ന് തോന്നുന്നൊന്നുമില്ല. പിണറായി നല്ല ഭരണ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ 10 വർഷം ഭരിച്ചത്. അല്ലെങ്കിൽ 10 വർഷം ഭരില്ലായല്ല. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാലാനുസൃതമായിട്ട് മാറില്ല. നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ അടുത്ത ഭരണം വരും. അങ്ങനെ മാറിയതാണ്. ഇപ്പോൾ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവില്ല. മാറ്റം നല്ലതാണല്ല, ഒരാൾ തന്നെ വരിക. മാറ്റം നല്ലതാണ്, നല്ല മാറ്റമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ സർക്കാർ നടത്തിയ ഭരണം ഇവർ കൊണ്ടുവരികയാണെങ്കിൽ അന്നേരം പറയാം അതിന് അടുത്ത മറി. പിണറായി വിജയൻ കൊണ്ടുവന്നത് പോലുള്ള വികസനം ഇവിടെ വരികയാണെങ്കിൽ അന്നേരം പറയാം ഈ സർക്കാർ നല്ലതാണെന്ന്. CPM-ൻ്റെ ഭരണം തകർന്നതല്ല, തകർത്തതാണ്. സ്വയം തകർന്നതല്ല, തകർത്തത് ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്ത പോലെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് എന്താവും നമുക്ക് പറയാൻ പറ്റൂല. തുടങ്ങിയിട്ടുള്ളല്ല, ഇപ്പം ഭരണം തുടങ്ങണതിന് മുമ്പായിട്ട് അടിയായി. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. അതാണ് കേസ്. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് നടപ്പിലാക്കും. കൂടി വന്ന 1 മാസത്തേക്ക്, അത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റൂല. KSRTC നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അവരുടെ പ്രകടന പത്രികയിൽ കുറേ ആനുകൂല്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. പെൺപിള്ളേർക്ക് 1000 രൂപ, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ, അങ്ങനെയൊക്കെ. അതൊക്കെ നടപടിയാവൂല. നടപടി ആയാൽ നല്ലത്. പിന്നെ അല്ലാണ്ട് ഇതവരുണ്ട്. സിനിമ തന്നെ പിഷാരടിക്ക് നല്ലത്. ഈ പാർട്ടി കൊണ്ടൊന്നും ഒരു ഇതുമില്ല. പിഷാരടിക്ക് പാർട്ടി പറ്റില്ല. പിഷാരടി ഈ ഇതിലേക്ക് വരാൻ പാടില്ലായിരുന്നു. പിഷാരടിക്ക് ആ സിനിമാ ലോകത്ത് തന്നെ നിൽക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ പിഷാരടിക്ക് ഒരു പിന്തുണ ഉണ്ടാവില്ല, ഉറപ്പാണ്. VD സതീശൻ നല്ലൊരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ വന്നേക്കണേൽ നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടൊരു മന്ത്രിയായിട്ടാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. പുള്ളി പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങളിൽ കൂടുതൽ നിൽക്കും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് വിശ്വസിച്ച് നമുക്ക് അത് മുഖ്യമന്ത്രി VD സതീശൻ വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ല കാര്യം. ഇപ്പം KSRTC-യിലാണേലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിപ്പം KSRTC-യിലെ ശരിക്കും ദുരിതത്തിലാക്കുമെന്ന് വെച്ചാൽ അവരത് പ്രഖ്യാപനം ചെയ്ത കാര്യമാണ്. അതായത് സ്ത്രീകൾക്ക് ഓൾറെഡി വേണ്ട എന്നുള്ളതാണ്. അവർ പൈസ വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് എങ്ങനെ എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റില്ല. അത് ഓൾറെഡി അവർ പ്രഖ്യാപനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതനുസരിച്ച് തന്നെ വരും, വരാതിരിക്കില്ല. അത് നല്ലൊരു കാര്യം തന്നെ. സ്ത്രീകൾക്ക് കൂടുതൽ സ്ത്രീകളാണ് ബസ്സിൽ സഞ്ചരിക്കണം. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതായത് നമ്മൾക്കിപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല, അവരും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കണം. പിന്നെ നമ്മളെ മാറ്റത്തോടെ സാധാരണക്കാരന് ഇത്തിരി ജോലികൾ, അതുപോലെ നമ്മുടെ കാര്യങ്ങൾ, പിന്നെ വിലക്കയറ്റം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സതീശൻ്റെ പുള്ളി പറഞ്ഞ രീതിയിലാണെങ്കിൽ എന്താ ട്രാൻസ്പോർട്ടിൽ സ്ത്രീകളെ അതൊന്നും നടക്കാത്ത കേസാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റേ കർണാടകയിലൊക്കെ നടത്തിയിട്ട് പൊളിഞ്ഞു പോയ കേസാണ് അതൊക്കെ. രണ്ടാമത്തെ കാര്യം 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്
അത് നടക്കുമോ? പ്രധാനമന്ത്രി 5 ലക്ഷം കൊണ്ടുവന്നിട്ട് നടക്കാത്ത കേസ് ഇപ്പോൾ ഇല്ല, ആരും കൊടുക്കണമില്ല. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ അവർ ഇനിയിപ്പോൾ ചെയ്യാനൊക്കെയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഇപ്പോൾ ഇവിടെ ഉള്ള മെട്രോകൾ ഇച്ചിരി തീരാണ്ട് അതൊക്കെ തീർത്ത് റെഡിയാക്കി വല്ല ഉദ്ഘാടനം ചെയ്യുക, അങ്ങനെയുള്ളൂ. അല്ല വേറെ എന്തോ പിന്നെ റോഡുകൾ കുറേ റോഡുകൾ വന്നിട്ടുണ്ട്, അത് കുറച്ച് തീർക്കാണ്ട് പിണറായി സർക്കാർ ചെയ്ത റോഡുകളാണ് എല്ലാം, അത് തീർത്ത് അത് ഉദ്ഘാടനം ചെയ്യുക, അങ്ങനെയുള്ളതൊന്നും ഉള്ളൂ. അല്ല വേറെ ഇവിടെ ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പുതിയതായിട്ട് വല്ലതും കണ്ടെത്തണം, അത് കണ്ടെത്തുമ്പോൾ 5 വർഷം കഴിയും. വി ഡി സതീശൻ നല്ല ഇതാണ്, മുഖ്യമന്ത്രി ഇതാവാനുള്ള ആളും വി ഡി സതീശൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടാണ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീകളെ ബസ്സിൽ കയറ്റാന്ന് പറഞ്ഞത് ഇപ്പോൾ അവർ പാർലമെൻറ്റ് തുടങ്ങി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ തീരുമാനമൊക്കെ ഉള്ളത്, പെട്ടെന്നൊന്നും പറയാൻ പറ്റുമല്ലോ, അത് വന്നതിൻ്റെ നോക്കാം. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ആയാലും നല്ല അഭിപ്രായമാണ്. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ പുള്ളി തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്ന താല്പര്യമാണ്, പൊതുജനങ്ങളുടെ താല്പര്യം അത് തന്നെ. പിന്നെ ഈ 5 കൊല്ലം നല്ല രീതിയിൽ ഭരിച്ച് മുന്നോട്ട് പോയാൽ അടുത്ത 2ാം തവണയും അധികാരത്തിൽ കയറാനുള്ള സംവിധാനം അവരുണ്ടാക്കണം. ഈ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാക്കണം. തൊഴിലാളികളുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോവുക. തൊഴിലാളികൾ ഇപ്പോൾ ഓട്ടോറിക്ഷ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെ മുതൽ ഡീസലിനും പെട്രോളിനും എല്ലാത്തിനും വില കൂടി, ഗ്യാസിനും കൂടി, എല്ലാത്തിനും കൂടി. അപ്പോൾ അതിനൊക്കെ ഒരു പരിധി വെച്ച് വിലക്കയറ്റം കുറച്ചൊക്കെ തടഞ്ഞു നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെച്ചാൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്.